അയ്യോ, ഡിയോൺ എവിടെ പോയി? ഡിയോന്റെ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ. ഡിയോണൊക്കെ യൂട്യൂബ് നിർത്തിയ. എടാ ഡിയോൺ എന്ത് ഇൻകൺസിസ്റ്റന്റ് യൂട്യൂബറാടാ. ഡിയോൺ എന്ത് ശോകമാടാ. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അത് ക്യാൻസലാക്കി. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത്. സോ നമ്മളത് നാട്ടിലേക്ക് വിടണം. 14 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഡിയോൺ ഒരിടത്തും പോയിട്ടില്ല. കോളേജിനൊരാവശ്യം വന്നപ്പോൾ ഡിയോൺ തന്നെ വേണ്ടൊന്നും. അപ്പം ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഞാൻ BCA ഗ്രാജുവേറ്റ് ആയതിൻ്റെ തെളിവായ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഗ്രാജുവേഷൻ അഥവാ കോൺവൊക്കേഷൻ പരിപാടിയാണ്. അപ്പോൾ പരിപാടി അപ്ഡേറ്റ്സ് ഒക്കെ തരാം. നമ്മുടെ പഴയ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ വരും, കുറച്ച് പേര് വരത്തില്ല, അവർക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോയിൽ കാണാം. ഗ്രാജുവേഷൻ സെറമണി തുടങ്ങി. ഗൈസ് ഇപ്പോൾ നമ്മുടെ ഇൻഫോർമൽ റിഹേഴ്സൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർമൽ സെഷനോട്ട് പോകാൻ പോവാണ്. നൗ വി ആർ ഗോയിങ് ടു ഫോർമൽ സെഷൻ. റിഹേഴ്സൽ ഇസ് ഓവർ. I don't think I can take any more videos, so we can see what we can do. ग्रेजुएट होके कैसा लगा? मैं asking you. मुझे? हाँ. भाई मुझे बहुत बुरा लग रहा है. बहुत बुरा लग रहा है सच्ची में. 3 years of pressure done. ഭയങ്കര ലാഗാ. അല്ല ബാക്കിയുള്ളവരുടെ ഒക്കെ നീ കാണിച്ചു, നിന്റെ എന്ത് ചെയ്യടാ? கொஞ்சம் அங்க பாரு கண்ணா. Everybody wants to know what I would do if I didn't win. I guess we'll never know. കോളേജിലെ ഫോർമൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇത് നമ്മൾ ക്ലാസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. കുറേ കാര്യം പറയാനുണ്ട്, ഞാൻ പറയാം. ഗ്രാജുവേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു സ്പീച്ച് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫോട്ടോ സെക്ഷന് പോവാണ്. അവസാനത്തെ നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. നാഷണൽ ആന്തമല്ല, കോളേജ് ആന്തം ഉണ്ടായിരുന്നു. എൻ്റെ മോനെ കഴിഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. ഈ കോളേജിനെ എന്തായാലും മിസ് ചെയ്യും. Very, very proud. ഇനി 2 കൊല്ലം അനുഭവിക്കണമല്ലോ എന്നാണ് അവൻ്റെ classrooms. Now students can proceed to the cafeteria through the side door near the financial administrator's cabin of the cafeteria for refreshments. Thank you. ഗ്രാജുവേറ്റ് ഒക്കെ വിഷയമാണ്. Oh, sorry. Summer, what are you going to be in 5 years? In 5 years, I'm going to be a successful person. Ruben, what are you going to be in 5 years? Or where are you going to be in 5 years? I'll be successful in my life. Where are you going to be in 5 years? 5 years അല്ലേ? ഞാൻ ഡിയോൺ ക്രൈസ്റ്റിന്ന് ഇറങ്ങും. ഈ പ്ലാൻ ഇല്ലടാ. ഇനി പറയാം. ഞാൻ ചോദിക്കട്ടെ. അല്ല ഞാൻ പറയും. എനിക്ക് ആരും ചോദിക്കുന്നത് Where are you ഇഷ്ടമല്ല. going to be in 5 years? സേവുക പാണ്ഡ്യന്. Where are you going to be in 5 years? 5 years I'm gonna be married with one baby girl. Where are you going to be in 5 years? Father becoming father. Where are you going to be in 5 years? Come in YouTube, bro. On top of the world. On top of the world. Michael, where are you going to be in 5 years? You'll see me in newspaper, bro. For sure.
Selling newspaper. Where are you going to be in 5 years? What are you? I don't know, bro. Probably driving Uber or something, because I'll make more money like that. What will you do in 5 years? 5 years. Where will you be in 5 years? I think I'll be an entrepreneur, running my own business. Where will you be in 5 years, Arun? I'll be owning my own gym. Same. Adi, where will you be in 5 years? I don't know. Kuwait. If you owning a world 5 years കഴിഞ്ഞിട്ട് പറയാം. എക്സ്പ്ലോഷൻ ഉണ്ടാവും, ബോംബുകൾ. അത് നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യും. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലുണ്ടാവും. ഐറ്റം കലക്കും. 3 കാറിനിടയിൽ കൂടെ ബൈക്ക് എക്സ്പ്ലോഷൻ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ്. അങ്ങനെ ക്രിസ്തു ജയന്തിയിലുള്ള ജീവിതം ഇന്ന് ഒഫീഷ്യലി കൺക്ലൂഡായി. ഞാൻ എന്നാണ് ഇവരോട് തിരിച്ചു വരുന്നത് അറിയത്തില്ല. എന്തായാലും കുറേ മെമ്മറീസൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്നു. എന്നേലും തിരിച്ചു വരാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഡിയോൺ ബിന്നി സൈനിങ് ഓഫ് ഫ്രം KGC. ബൈ ബൈ.